ഒരു വിശ്വാസമാണല്ലോ ചേട്ടാ. ചേട്ടൻ ഇപ്പൊ പറഞ്ഞു വെച്ചാൽ എന്നെ ഇഷ്ടപ്പെടുന്ന, ഇപ്പോഴും ചേട്ടനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണല്ലോ ഈ പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും ചേട്ടനെ തേടി വരുന്നത്. അന്ന് തന്ന അതേ സ്നേഹം പുതിയ തലമുറ പ്രേക്ഷകരും ചേട്ടന് തരുന്നുണ്ട്. അതിന്റെ തെളിവ് തന്നെയാണ് ചേട്ടൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. അത്ര ഇഷ്ടമാണ് ചേട്ടന് അന്നത്തെ തലമുറ മുതൽ ഇപ്പോഴത്തെ തലമുറ വരെ. അതെനിക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു എന്താ പറയുക, ഒരു അവാർഡാണ്, അല്ലെങ്കിൽ എനിക്കൊരു വലിയ പ്രോത്സാഹനമാണ്. അതാണ് എൻ്റെ ജീവിതത്തിലെ വലിയ നേട്ടങ്ങളിലൊന്ന്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എന്താ പറയണത്, അതുകൊണ്ടാണ് ഞാൻ കണ്ടമാനം എന്താ പറയണത് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ കുറെ പടങ്ങളുടെ പ്രൊമോഷൻ വന്നെങ്കിൽ എനിക്ക് പടങ്ങൾ വേണ്ടേ. ഇപ്പൊ ഈ പടം ഉള്ളതുകൊണ്ടും ഈ പടത്തിലെ നല്ലൊരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കണത്. എന്നാ എനിക്ക് പടം ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, പടം ഉണ്ടായിരുന്നല്ലോ ഇടയ്ക്കൊക്കെ. എത്ര പടങ്ങളുണ്ട്. പക്ഷെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ തനിച്ചു പോണ ഒരാളാണ്. അത് നിങ്ങൾ സ്റ്റഡി ചെയ്താൽ അറിയാം. ഞാൻ തനിച്ചു പോണ ഒരാളാണ്. ആ തനിച്ചുള്ള എൻ്റെ യാത്ര വളരെ കൂളാണ്, വളരെ എന്താ പറയുന്നത്, ഹമ്പിളാണ്. പക്ഷെ ഞാൻ ബോൾഡുമാണ്. ഞാൻ വിനയനല്ല, മനസ്സിലായി. ബട്ട് ഐ ആം ഹമ്പിൾ. ഒരു സംശയമില്ല. എനിക്കായിട്ടൊന്നിനും കഴിയില്ല എന്നും ഞാൻ ആരുമല്ല എന്നും ഇതൊക്കെ ഒരു ഹെവൻലി ഗിഫ്റ്റാണെന്നും ഒക്കെ ബോധ്യമുള്ള ആളാണ്. പക്ഷെ ഞാൻ വിനയനൊന്നുമല്ല. ഞാൻ ബോൾഡാണ്. ബിക്കോസ് അതെൻ്റെ ബോഡി ലാംഗ്വേജാണ്, അതെൻ്റെ മൈൻഡ് സെറ്റാണ്. ഞാൻ വന്ന വഴി അതാണ്. അതുകൊണ്ട് എല്ലാത്തിലും ഞാനില്ല, എല്ലാത്തിലും ഞാൻ ഉണ്ടാകാനും പറ്റില്ല. എനിക്കവിടെ കംഫർട്ടബിൾ സോണിൽ എനിക്ക് പറ്റുള്ളൂ. എനിക്കും കൂടി ഒരു കംഫർട്ടബിൾ സോൺ വരണം. ഇതിനെ ഇനി വ്യാഖ്യാനിക്കരുത്. നിങ്ങൾക്ക് വേറൊരു കുഴപ്പമുണ്ട്. ഉദാഹരണത്തിന് വേറൊരു ഹീറോയെ പറ്റി മലയാള സിനിമ ആദരിക്കുന്ന വേറൊരു ഹീറോ, എൻ്റെ ഒരു അടുത്ത സുഹൃത്ത്, ഒരിക്കൽ ഒരു ഹീറോ അയാളെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് മമ്മൂട്ടിക്ക് അഭിനയം ഒരു ഭ്രാന്ത് പോലെയാണ് എന്നാണ് ഈ ഹീറോ പറഞ്ഞു, ഈ അപ്കമിങ് ഹീറോ പറഞ്ഞത്. അന്ന് വീഡിയോയിൽ വന്നപ്പം ആ മറ്റേത് അഭിനയം വിട്ടു, മമ്മൂട്ടിക്ക് ഭ്രാന്താണെന്നാക്കി. ഇത് വന്നതാണ്, ഞാൻ കേട്ടതുമാണ്. തീർച്ചയായിട്ടും അങ്ങനെയൊന്നും ആയേക്കല്ലേ പ്ലീസ്. ഞാൻ ഒതുങ്ങി ഒരിക്കലുമില്ല. ഇതിപ്പോ ഇത് പറഞ്ഞു വെച്ചപ്പോഴാണ് ഞാൻ ഒരു കാര്യങ്ങൾ പറഞ്ഞു വെച്ചപ്പോൾ, കഴിഞ്ഞ ദിവസം മമ്മൂക്കാടൊക്കെ ഇന്റർവ്യൂ എടുക്കുകയാണ്. അപ്പം വിജയരാഘവൻ ചേട്ടനും കുട്ടേട്ടനും മമ്മൂക്ക ഇരിക്കുവാണ്. അപ്പം കുട്ടേട്ടനടുത്ത് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടോ മമ്മൂക്കയെ കുറിച്ചുള്ള കാര്യങ്ങൾ വെക്കുമ്പോൾ. അപ്പൊ ഈ അഭിനയത്തിനെ കുറിച്ച് പറയാണ്. കുട്ടേട്ടൻ പറയാണ്, ഇദ്ദേഹത്തിന് ഇപ്പോഴും ആർത്തിയാണ്. അതല്ല ക്യാപ്ഷൻ, അഭിനയത്തിന്റെ ആർത്തിയാണ്. അതാണ് സത്യം, അതാണ് ഇപ്പൊ. അപ്പൊ മമ്മൂക്ക നിങ്ങൾക്കും ആർത്തിയില്ലേ? എന്റെ അച്ഛനായിട്ട് അഭിനയിക്കാൻ വരെ. അവിടെ അഭിനയത്തിന്റെ ആണ്. അവിടെ എഴുതുമ്പം മമ്മൂക്കാക്ക് ആർത്തി എന്നല്ല എഴുതണ്ടേ, അഭിനയിക്കാനുള്ള ആർത്തി തീരുന്നില്ല, അതാണ് അഭിനയിക്കാനുള്ള ഭാഷ തീരുന്നില്ല. ഞാൻ കേട്ടതാണ്, അത് കൃത്യമാണ്. അത് കഴിഞ്ഞ് പിന്നീട് പറഞ്ഞപ്പോഴാണ് മനസ്സിലായി. അന്നേരത്തേനും ബാക്കിയുള്ളവർക്ക് വിചാരിക്കും ദൈവമേ കുഴപ്പമില്ലാതെ പോയിരുന്നു, മമ്മൂട്ടിക്ക് ഭ്രാന്തായോ എന്ന ആദ്യത്തെ ഒരു ഇംപ്രഷൻ തോന്നും. പക്ഷെ അല്ല, മമ്മൂട്ടിക്ക് അഭിനയം ഒരു ഭ്രാന്താണ് എന്ന് പറയുമ്പോൾ അയാൾ അതിനോട് അത്രയും ഡെഡിക്കേറ്റഡ് ആണെന്നല്ലേ. അതെ. അതാണ് ഈ ചെറുപ്പക്കാരനായ ഹീറോ ഉദ്ദേശിച്ചത്. പക്ഷേ ടി വിയിൽ വന്നു കഴിഞ്ഞാൽ പറഞ്ഞു മമ്മൂട്ടിക്ക് ഭ്രാന്താണ്. ആദ്യത്തെ ഇല്ല, കൃത്യമാണ് ചേട്ടൻ പറയുന്നത്. ഈ തമ്പുലൈനുകളാണ് ഈ മലയാള സിനിമ. ഇല്ലാതെ പറ്റുമോ? പറ്റില്ല. നിങ്ങൾ ചെയ്യുന്ന എവിടെ പ്ലസുകളുണ്ട്, അതിനെ ഞാൻ ബഹുമാനിക്കുന്നു. പല കാര്യങ്ങൾക്കും എന്താ പറയുന്നത്, ഒളിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും വെളിച്ചത്തേക്ക് കൊണ്ടുവരികയും നീതി നടപ്പാക്കുന്നതിനും സ്നേഹം ജനങ്ങൾക്ക് കിട്ടുന്നതിനും എന്താ പറയണത്, അല്ലെങ്കിൽ ജനങ്ങളുടെ റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിനും മീഡിയയോട് ഞാൻ സല്യൂട്ടാണ്. ഈ മീഡിയ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലെ മീഡിയ മോർ അഡ്വാൻസ്ഡ് ആണ്, ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നിങ്ങൾ ഒരു കൊട്ടും കൊടുക്കും. അതെന്തിനാണ്? ഞങ്ങളെയൊക്കെ നിങ്ങൾ സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ആ കൂടെ എനിക്കിട്ട് ഇന്നുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഭ്രാന്താണെന്നൊന്നും പറഞ്ഞാൽ കേട്ടില്ലേ? പിന്നെ കേട്ടില്ലേ? So well said, so well spoken.
ഞാനിപ്പോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ശരിക്കും നമ്മളെല്ലാവരും ആലോചിക്കുന്നത് തന്നെയാണ് അവർ അതെ, തീർച്ചയായിട്ടും എല്ലാവരും പറയാൻ ആഗ്രഹിച്ച സാധനമാണ് പറഞ്ഞത്. യെസ്, വെരി ബ്യൂട്ടിഫുള്ളി ഹി ഹാസ് എക്സ്പ്രസ്ഡ് ഇറ്റ്. മീഡിയ വേണം. മീഡിയ എന്തെല്ലാം സർവീസാണ് ചെയ്യുന്നത്. ഞങ്ങളെ പിടിച്ചു നിർത്തുന്ന ആരാണ്? ഞങ്ങളെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ആരാണ്? എന്നും ലാലു ലക്സ് പിറവത്ത് ജീവിച്ചിരിക്കുന്ന ലാലു ലക്സിനെ ഇപ്പോൾ ഇമ്പം എന്ന് പറയുന്ന സിനിമയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും, ഇപ്പം നമ്മുടെ അമ്പയുടെ മീറ്റിങ്ങിൽ വന്നപ്പോൾ താങ്കൾ ആ കാര്യങ്ങളൊക്കെ ഇട്ടു. അന്നേരം ആ കാര്യങ്ങൾ ഇട്ട വഴി ജയഭാരതി, ആ മാഡത്തിന്റെ കൂടെ ഞാൻ അഭിനയിച്ച സമയം, ഇതൊക്കെ അന്ന് ആ സിനിമ കണ്ടവർ ഇതെല്ലാം എന്നെയും ആ മാഡത്തെ ഓർക്കാൻ ഇടയാക്കുക. അന്നേരം നിങ്ങൾ ചെയ്യുന്ന വലിയൊരു കാര്യമാണത്. അത് വന്നില്ലായിരുന്നല്ലോ, അത് ഓർക്കുകയില്ല. അന്നേരം അത് വലിയൊരു പ്ലസ് തന്നെയാണ്. ആ പ്ലസിനോട് എപ്പോഴും എനിക്ക് സല്യൂട്ടാണ്. അതിനെ എന്നും ഞാൻ ബഹുമാനിക്കുന്ന ആള് തന്നെയാണ്. പക്ഷെ ഇങ്ങനെയുണ്ടല്ലോ എന്ന് ഞാനൊന്ന് പറഞ്ഞു പോയി. അത് ഞാൻ ഉൾക്കൊണ്ടിരിക്കുന്നു. ഞാൻ മാത്രമല്ല, ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരെല്ലാം ഉൾക്കൊണ്ട കാര്യം തന്നെയാണ് ലാലു ലക്സ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ക്യാപ്ഷൻ അത് സത്യസന്ധമായി കൊടുത്താൽ അവിടെ പ്രശ്നങ്ങളുണ്ടാകും. പ്രേക്ഷകർ വായിക്കുക അല്ലെങ്കിൽ റീഡേഴ്സ് അത് വായിക്കുക എന്നുള്ളതും ഒരു ഡൗട്ട് ഉണ്ട്. അത് കറക്റ്റാണ്. നെഗറ്റീവ് പബ്ലിസിറ്റി ആണല്ലോ ഇവിടെ കൂടുതൽ മാർക്കറ്റ്. ഭ്രാന്താണെന്ന് പറയുമ്പോഴാണ് ഇത് അഭിനയത്തിന് ഭ്രാന്താണെന്ന് പറയുമ്പോ നമുക്ക് ഭ്രാന്ത് എന്താണ് നോക്കാനുള്ള ഒരു ത്വരയുണ്ടാവും. അതാണ് നിങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇപ്പം ചേട്ടൻ പറഞ്ഞ ഒരു കാര്യത്തിൽ പറയാം, എന്നെ കുറിച്ച് കൃത്യം അറിയാവുന്ന ആളാണ്, എന്നെ ഏറ്റവും കൂടുതൽ സ്റ്റഡി ചെയ്യുന്ന ആളാണ്. നിങ്ങൾക്കുള്ളൊരു ഗിഫ്റ്റ് എന്നാണെന്നറിയാം. നിങ്ങൾക്ക് നിങ്ങളുടെ വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്ന് എന്തോ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള ആളാണ്. ഞാൻ അങ്ങനെയാണ് കാണണം. പേഴ്സണാലിറ്റീസിനെ ഞാൻ ഒബ്സർവ് ചെയ്യുന്നത് അങ്ങനെയാണ്. നിങ്ങളുടെ വോയിസ്, നിങ്ങളുടെ പ്രസന്റേഷൻ, നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്ന വ്യക്തികളോട് നിങ്ങൾ ഇടപെടുന്ന രീതി, മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ ഇന്റർവ്യൂവിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും നേടിക്കൊണ്ടേ പോകും. അതെ. പക്ഷെ ഞാനത് ചെയ്യുന്നത് ഇപ്പം ചെയ്യുന്ന ഒരു കാര്യത്തില് വിഷാഖ ചുമ്മാ ചിരിച്ചോണ്ട് ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങളിലേക്ക് പോകണം. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചത്, ഇപ്പം ചേട്ടൻ പറഞ്ഞൊരു കാര്യം, ഞാൻ എന്തെങ്കിലും നേടിക്കൊണ്ടേ പോളെന്ന് പറയും. ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ അത് കൃത്യമായി ഉള്ള കാര്യങ്ങളല്ല ചോദിക്കുന്നത്. അതെ, ഞാൻ ഇല്ലാത്തത് കൈ നിട്ട് ചോദിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങ് ഈ പ്രൊഫഷൻ കേപ്പബിൾ അല്ല എന്നോ അല്ലെങ്കിൽ അത് മിടുക്കനല്ല എന്നല്ലേ ഞാൻ പറയണ്ടേ. ഞാൻ ഉദ്ദേശിച്ച മിടുക്കനാണെന്ന് തന്നെയാണ്. അതാണ് വേണ്ടത്. ഇപ്പം ഞാൻ വലിയൊരു ആക്ടറൊന്നും അല്ലെന്ന് എനിക്ക് ബോധ്യമുള്ള ആളാണ്. പക്ഷെ എവിടെയോ എന്നിൽ ഒരു ആക്ടിങ് ഉണ്ട്. അല്ലെങ്കിൽ ഇത്രയും വർഷം എന്നെ ഒരിക്കലും മനസ്സിലായില്ലേ? അതായത് അത് എന്ന് പറയുന്ന പോലെ നമുക്ക് എവിടെയോ ഒരു കഴിവുണ്ട്. ആ കഴിവുള്ളത് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ അങ്ങേക്കുണ്ട്. ഒത്തിരി താങ്ക്സ്, ഒത്തിരി താങ്ക്സ്. എന്തായാലും ആ വാക്കുകൾ ഞാൻ രണ്ട് വാക്കുകളും, തലക്കെട്ടിന്റെ തമ്പലൈന്റെ വാക്കുകളും എന്നോട് പറഞ്ഞ വാക്കുകൾ ഞാൻ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് തന്നെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഞാൻ ചില സമയങ്ങളിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ കൃത്യമായി മറുപടി കിട്ടുമ്പോൾ ഞാൻ ചോദ്യങ്ങൾ എന്നോട് എന്ത് വേണമെങ്കിലും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന രീതിയിലുള്ള മറുപടി പറയാൻ ഞാൻ തയ്യാറല്ല. ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനു വേണ്ടിയാണ് ചേട്ടനെ ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ ഇന്റർവ്യൂ കിട്ടുന്ന ആഗ്രഹിച്ചു. കഴിഞ്ഞിട്ട് വേറൊരു ദിവസം ഇരിക്കാം. തീർച്ചയായും നമുക്കിപ്പോ പോകണ്ട. നമുക്ക് സിനിമ, നമുക്ക് വേണ്ടത് നമ്മുടെ സിനിമയാണ്. നമ്മുടെ സിനിമ ഞാനതാണ് ഇപ്പൊ ചേട്ടൻ അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ട നമ്മുടെ ഇമ്പം എങ്ങനെ ആളുകളുടെ അടുത്തേക്ക് എത്തിക്കാം, ആളുകൾ എങ്ങനെ തിയേറ്ററിലേക്ക് വരാം, ഇതാണ് നമ്മൾ ചർച്ച. ആ സിനിമയുടെ കഥാപാത്രങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ചയിലേക്ക് നമുക്ക് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും ചേട്ടൻ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ നിന്നാണ് കേട്ടോ. ഈ കഥാപാത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ സിനിമ ഇത് തുടങ്ങുന്ന ആദ്യ കാലഘട്ടത്തിൽ ഞാനുണ്ട്. അതിനുശേഷമാണ് ഇവരൊക്കെ വന്നത്. എനിക്കറിയാം ഇവര് ഈ റോളിന് ഈ മാഡം വന്നത്, മീര വന്നത്, ഇർഷാദ് വന്നത് ഒക്കെ എനിക്കറിയാം. കാരണം അതിന് ഒരു 1.5 വർഷം മുമ്പ് മുതലേ, മിനിമം ഒരു വർഷം മുമ്പ് മുതൽ ശ്രീജിത്ത് ഞാനുമായിട്ടും ഈ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന മിസ്റ്റർ മാത്യു മെമ്പർ എൻ്റെ പഴയ ഒരു ഫ്രണ്ടാണ്. പുള്ളി സിനിമ എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക് അഭിനയമാണ് പുള്ളി ആദ്യമേ തുടങ്ങിയത്. അതൊക്കെ എനിക്ക് അയച്ചു തരുന്ന ഒരു കാലഘട്ടമുണ്ട്. അന്നേരം ബാംഗ്ലൂര് എനിക്ക് 3-4 നല്ല സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കളിൽ ഒരാളാണ് മിസ്റ്റർ മാത്യു മെമ്പർ. അന്നേരം ഞാനും മാത്യു മെമ്പറെയൊക്കെ ബാംഗ്ലൂര് ഞങ്ങൾ ഒന്നിച്ചൊന്ന് കൂടാറുണ്ട് വല്ലപ്പോഴും, ഈ സിനിമയിലേക്ക് മാത്യു മെമ്പറ വരുന്നതിന് മുമ്പ്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് മാത്യു മെമ്പറ എന്ന് പറയുന്ന അദ്ദേഹം ഈ സിനിമയിലേക്ക്, അതിനു മുമ്പ് സിനിമയായിട്ട് പുള്ളി അഭിനയിച്ചു പുള്ളിക്ക് ഒരു അവാർഡ് കിട്ടി. ഞാൻ ആ സിനിമ ഒത്തിരി പ്രൊമോട്ട് ചെയ്ത ആ സിനിമയുടെ എനിക്ക് അതിന്റെ ക്ലിപ്പിംഗ് ഒക്കെ അയച്ചു തന്നപ്പോഴാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ഉണ്ടോ? അന്ന് ഞങ്ങള് സുഹൃത്തായിരുന്ന സമയത്ത് ഒരിക്കലും മാത്യു മെമ്പറ എനിക്ക് അഭിനയിക്കാനോ അല്ല സിനിമയിലേക്ക് വരാനോ അങ്ങനെ ഒരു വിഷയം സംസാരിച്ചിട്ടേ ഇല്ല.
അങ്ങനെ ഒരു വിഷയം പറഞ്ഞു. അത് കഴിഞ്ഞാണ് ഇദ്ദേഹം വന്നത്. ഇദ്ദേഹം വന്നു, ഈ സിനിമയിലേക്ക് ഇദ്ദേഹം വന്നു. നേരെ ഞാൻ പറഞ്ഞു, ശ്രീജിത്ത് നിനക്ക് കിട്ടിയ ഒരു നല്ല ആള് തന്നെയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ സിനിമ അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഈ സിനിമ പൂർണ്ണമായി തീർക്കും. അതുപോലെ തന്നെ ഈ സിനിമ പുറത്തിറക്കുകയും ചെയ്യും. പുള്ളിക്കറിയാം, പുള്ളിക്ക് കാര്യങ്ങൾ മനസ്സിലാകും. പുള്ളി അഭിനയിക്കാനൊക്കെ വന്നതും ഇതിലേക്ക് ആയതും ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ പുള്ളി പഠിച്ചുകൊണ്ടിരിക്കുക. അന്നേരം ആ ഒരു കാര്യത്തിന് എൻ്റെ പ്രൊഡ്യൂസറായ ഇദ്ദേഹത്തോട്, എൻ്റെ ഫ്രണ്ട് ആണെങ്കിലും പിന്നീടാണല്ലോ പ്രൊഡ്യൂസറായി, അന്നേരം അദ്ദേഹത്തെ ഒന്ന് എടുത്തു പറയേണ്ട ഒരു ആ പേരെടുത്ത് പറയേണ്ട ഒരു ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഞാൻ എടുത്തു പറയേണ്ട ഒരാളാണ് ഒന്നത്. പിന്നെ ശ്രീജിത്ത് ഡയറക്ടർ, ഞാൻ പഴയ ക്ലാസ്സാണ്, ഞാൻ അതിലാണ് ഇപ്പോഴും പോണത്. എനിക്ക് ഡയറക്ടർ കഴിഞ്ഞ് എനിക്ക് ആ പ്രൊഡ്യൂസർ പോലും ഉള്ളൂ. ഞാൻ പഴയ ക്ലാസ്. അതാണ് എൻ്റെ സിനിമയിൽ എൻ്റെ പ്രൊഡ്യൂസർ ആ കാലഘട്ടത്തോളം ഇത്രക്കും ബാക്കിലേക്ക് പോകുമ്പോൾ ഡയറക്ടർ കഴിഞ്ഞിട്ടാണ് പ്രൊഡ്യൂസർ, ഡയറക്ടറാണ് ഒരു സിനിമയുടെ ക്യാപ്റ്റൻ, എല്ലാം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിന്ന് പിരിഞ്ഞു പോയ ശശിയേട്ടൻ, ഐവി ശശി. മനസ്സിലായി? ഇപ്പം ഞാനൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ശ്രദ്ധിച്ച് കാണുമായിരിക്കും. ഇൻ്റർവ്യൂവിലാണ് എപ്പോഴും ഈ ശശിയേട്ടൻ്റെ ഒരു മാഗസിൻ ഇറങ്ങിയായിരുന്നു. ശശിയേട്ടനെ കുറിച്ച് ഒരു മാഗസിൻ, അത് ഞാൻ വിട്ടുപോയി പേര്, നമ്മുടെ ലീഡിങ് മാഗസിൻസ് ഉള്ള. അന്നേരം അതിൽ ചോദിച്ച ഒരു ചോദ്യങ്ങളിൽ എന്നോട് ചോദിച്ചു, ഞാൻ ഈ ശശിയേട്ടൻ്റെ വീടിൻ്റെ മുറ്റത്ത് ചാൻസ് ചോദിച്ചു പോയി നിന്നിട്ടുണ്ട് ഗേറ്റിങ്ങിൽ. മനസ്സിലായില്ലേ? ചാൻസ് ചോദിച്ചു പോയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ പോയി നിൽക്കും ഗേറ്റിൽ. അത് കഴിഞ്ഞിട്ട് മിനിമം ഈ ഡിസ്റ്റൻസിൽ നിന്ന് കുറച്ചുകൂടെ മാറിയിട്ടാണ് വീട്. വലിയ ഗേറ്റാണ്, നുങ്കമ്പാക്കം, അയ്യപ്പൻ കോവിലിന് അപ്പുറയാണ്, മഹാലിംഗപുരം. എന്നാലും പറഞ്ഞു വരുമ്പോ അങ്ങ് പറയട്ടെ. അങ്ങനെ ശശിയേട്ടൻ്റെ വീടിന് മുമ്പിൽ പോയി നിൽക്കും. ശശിയേട്ടൻ പതുക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ മെയിൻ ഡോറ് തുറക്കുമ്പോൾ നമ്മളിങ്ങനെ നിൽപ്പുണ്ടാവും. അന്നത്തെ ബാക്ക് എഞ്ചിൻ ഓട്ടയാണ്. മദ്രാസിലാണ് ബാക്ക് എഞ്ചിൻ ബജാജിന്റെ ആദ്യമേ ഇൻട്രൊഡ്യൂസ് ചെയ്യണേ. മേഴ്സിഡസ് ബെൻസ് ഇരിക്കുന്ന സുഖ, നല്ല റോഡും. രാവിലെ ഒരെണ്ണം എടുത്ത് ഇട്ടേക്കും ഞാൻ. എന്നിട്ട് പല ഡയറക്ടേഴ്സിന്റെയും പല ഓഫീസിലും കേരളമാണ് ജോലി. ഇത് കഴിഞ്ഞ് വന്നാൽ റൂമിൽ വന്നിരിക്കും. അങ്ങനെ ശശിയേട്ടൻ്റെ വീട്ടിൽ ചെല്ലും. ശശിയേട്ടൻ്റെ എക്സ്പ്രഷൻ അല്ല ഒന്ന് ഓട്ടോ പോവും. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ചോദിച്ചു. അല്ലാതെ ഞാനിങ്ങനെ വാ എന്താണ് അല്ല, ഞാന് ഈ ഗാനം മറക്കുമോ എന്ന് പറഞ്ഞ സിനിമയൊക്കെ അഭിനയിച്ചു. ശശിയേട്ടൻ്റെ പടങ്ങളെല്ലാം ഞാൻ റെപ്രസെൻറ്റീവ് ആയിരുന്നപ്പം സകല സിനിമയും ഞാൻ കാണും. അന്ന് ആലപ്പുഴയിലെ ഷെറീഫ് സാർ സ്ക്രിപ്റ്റ് കൂടുതലും ശശിയേട്ടൻ്റെ. എക്സ്ക്യൂസ് മീ എന്ന് പറയുന്ന വേർഡ് ഷെറീഫ് സാറിന്റെ ഏത് സ്ക്രിപ്റ്റ് എടുത്തു ഡെഫിനറ്റ് ആ വേർഡ് ഉണ്ടാവും. ഇങ്ങനെ 1-2 ഡയലോഗ് പറഞ്ഞപ്പോഴേ പുള്ളി ബോറടിക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി. ഞാനൊരു അന്നത്തെ എന്താ പറയണത്, എനിക്ക് എൻ്റെ വളരെ മേ ബി ഒരു നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു 40 years ബാക്കിയുള്ള കാര്യം ഞാൻ പറയുന്നത്. മേ ബി 37 to 40 years. എന്തെങ്കിലും ഞാൻ വിളിക്കാം, ചെല്ലും. താങ്ക് യു. ശശിയേട്ടൻ നേരിട്ട് കാണാനെത്തും. ഞാൻ ഹാപ്പിയാ. ചാൻസ് കിട്ടാതിരിക്കട്ടെ. കാരണം അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ട് നമ്മളിങ്ങനെ അവളുടെ ലാഭമുള്ള ഡയലോഗൊക്കെ ഞാൻ ഇപ്പോഴും പറയാം. ഈ നാടിന്റെ എൻ്റെ ഡയലോഗ് ഞാൻ ഇപ്പോഴും പറയാം. മനസ്സിലായില്ലേ എന്ന് പറയണോ അല്ലേ? അതൊക്കെ കണ്ട് നമ്മൾ നിൽക്കുക. അങ്ങനെ പോണു. ഇങ്ങനെ 1-1.5-2 മാസമൊക്കെ കഴിഞ്ഞു. ഒരു ദിവസം ദൈവമേന്ന് വിചാരിച്ചു വീണ്ടും പോയി. പടത്തിലൊന്ന് അഭിനയിച്ചേ പറ്റൂ. നമ്മളിങ്ങനെ റൂമിൽ ഇങ്ങനെ ആകാശം നോക്കി കിടക്കുമ്പോഴേ ചെന്നു. എന്തോ വിളിച്ചു, വീട്ടിലേക്ക് കയറ്റി ഇരിക്കുന്നു. ഇല്ല ഞാൻ നിന്നോളാം. ഇരിക്കേ. ഞാൻ ഇരുന്നു. സീമ അന്നേരത്തിന് അപ്പുറം വന്നു. സീമേനെ കണ്ടു. സിനിമയിൽ കണ്ട സീമേനെ നേരിട്ട് കണ്ടു. ഓക്കെ, ഹാപ്പി. അമ്മയും വന്നു, ശശിയേട്ടൻ്റെ അമ്മയും. അമ്മേനെ എന്നിട്ട് ഞാൻ എന്നോട് ഒന്ന് റെസ്പെക്ട് ചെയ്ത് കൊടുത്തു. ഇരുന്നു. ജിയോ പിക്ചേഴ്സിന്റെ ഓഫീസ് അറിയാം? ഞാൻ പറഞ്ഞ അറിയാം. എനിക്കറിയാം. നമുക്കറിയാത്ത ഓഫീസില്ല അവിടെ. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് ചെല്ലേ. എക്സ്പ്രഷൻ പകുതി കൺട്രോൾ ചെയ്തു. ഓക്കെ. അങ്ങനെ ഞാൻ അവിടുന്ന് ഇറങ്ങി. അടുത്ത പടം ഈ ഗാനം മറക്കും ഞാൻ കണ്ടു കേട്ടോ. പറഞ്ഞു
കുടിക്കാൻ വല്ല വേണം, ഒന്നും വേണ്ട, കുടിക്കാൻ എടുക്കട്ടെ ശിവ എന്നൊക്കെ ഞാൻ എല്ലാ ശശിയേട്ടൊന്നും വേണ്ട, എനിക്ക് ആകെ ഏതാണ്ടൊക്കെ പോയി, ഇനി എനിക്ക് ജിയോയിൽ ചെന്നാലേ സമാനാവുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞ് ജിയോ ഓഫീസിൽ ഞാൻ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. അവിടുത്തെ മാനേജറായിട്ടിരിക്കുന്ന ജയിക്കപ്പ എനിക്ക് വേണ്ട ആളാ. ഞാൻ ചെല്ലുമ്പോ ഒക്കെ എന്നോട് കോടിയിലായിട്ട് പെരുമാറുന്ന ആളാ. ജോൺ ചേട്ടനകത്തുണ്ട് ജിയോ ചെല്ലുന്നത്. മോനെ എങ്ങനെയാ വിളിച്ചത്? ശശി വിളിച്ചായിരുന്നു. നമ്മൾ മീൻ എന്ന് പറഞ്ഞ സിനിമ തുടങ്ങുവാണ്. പുതിയ പടത്തിന്റെ പേര് മീൻ. മധു, ജോസ്, അന്നത്തെ ജയൻ, ഒരു സൂപ്പർ ഹിറ്റ് അമ്പിക ഇമ്മിയാണ് അതിൻ്റെ അകത്തൊരു വേഷം പറഞ്ഞിട്ടുണ്ട്. അന്നേരം എപ്പോഴാ വരണ്ടേ, എന്നാ കൊല്ലത്തേക്ക് വരണ്ടേ, ഈ കാര്യങ്ങളെല്ലാം ജയിക്ക് ബന്ധപ്പെട്ടോളൂ. എന്നിട്ട് ഏകദേശം ആ മാസം പറഞ്ഞു. ആ ഡേറ്റ് ഒന്നും ഇപ്പോൾ ഓർമ്മയില്ല. ഇന്നത് മുതൽ ഇന്ന വരെയുള്ളതാണ്. അതിൻ്റെ അകത്ത് കൂടി വന്നു കഴിഞ്ഞാൽ അന്നൊക്കെ സിനിമയ്ക്ക് പോകുമ്പോൾ ഇന്നത്തെ പോലെ കറക്റ്റ് ഷെഡ്യൂൾ ചെയ്തല്ല. ഇപ്പൊ നമുക്കൊരു 10 ദിവസത്തെ വർക്കാണെങ്കിൽ ആ പടം തുടങ്ങുന്നതിന്റെ സമയമായി കഴിയുമ്പോൾ അവിടെ മുതൽ നമ്മളങ്ങ് പോയി ജോയിൻ ചെയ്യുക. അത് ആ ശശിയേട്ടൻ്റെ എന്താണ്, ശശിയേട്ടൻ ഇന്നിപ്പോ എടുത്തോണ്ടിരിക്കുന്ന സീനിന്റെ അകത്ത് ചിലപ്പോൾ നമ്മൾ കാണില്ല. അങ്ങനെ എടുത്തോണ്ടിരിക്കുമ്പോൾ ഇല്ല അവനെയും കൂടെ ഒന്ന് വരുത്തിയാലേ റൂമിൽ വിളി. അങ്ങനെ നമ്മൾ കൊല്ലത്തേക്ക് പോകേണ്ട സമയമൊക്കെ പറഞ്ഞു. ജേക്കബിനോട് അഡ്വാൻസ് മേടിച്ചോളാം. എനിക്കൊരു അഡ്വാൻസും വേണ്ട, ഒന്നും വേണ്ട. ദൈവം എനിക്ക് ഇന്ന് വരെ കുഴപ്പങ്ങളില്ല, വലിയ ഇതൊന്നുമില്ല. എനിക്ക് അഡ്വാൻസ്മെന്റ് ഒന്നും വേണ്ട. എനിക്ക് ഞാൻ ഞാൻ പറഞ്ഞ ഒന്നും പരിക്ക് വേണ്ട, ഞാൻ എന്നാ വരേണ്ട ബാക്കി കാര്യം. അങ്ങനെ ഞാൻ കൊല്ലത്ത് പോയി അഭിനയം തുടങ്ങി. വല്ലാത്തൊരു അനുഭവം അല്ലേ കേട്ടിട്ട്. പിന്നെ കണ്ടിന്യൂസ് കുറെ സിനിമകളാണ് ശശിയേട്ടൻ്റെ. പിന്നെ ഞാൻ വീട്ടിലെ ബെഡ്റൂമിൽ വരിക. അങ്ങനെ ശശിയേട്ടൻ TV മേടിക്കും. അന്നത്തെ VCP മേടിക്കണം. അന്നേരം മാസ്റ്റർ ബെഡ്റൂമിൽ അത് വെച്ചേക്കണം. അവിടെയൊക്കെ കയറി ഇരുന്ന് പടം കാണാം നമുക്ക്. അത്രയും സ്വാതന്ത്ര്യമായി. ചെന്ന് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ്. അന്നേരം അങ്ങനെ ഞാൻ എന്തൊക്കെ പറഞ്ഞു പോയില്ലേ. അല്ല, വലിയൊരു അനുഭവം. വെളിയിൽ നിന്ന് ബെഡ്റൂമിലേക്ക് എത്തിയവരുള്ള കഥ ഉണ്ടല്ലോ, ഭയങ്കര രസമുള്ളത്, ഭയങ്കര രസകരമായിട്ട് പറഞ്ഞു പോയ കഥയാണ് കേട്ടോ ചേട്ടാ. അത് ആർക്കും കേട്ടിരിക്കാനേ നമുക്ക് അല്ല, എല്ലാവരും കേട്ടിരിക്കുക. ഞങ്ങളെല്ലാവരും, ഞങ്ങൾക്ക് ഇർഷാദ് ഇങ്ങനെ ഇരുന്നു, മീരാമേടാണ് ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നു, എല്ലാവരും അതിലേക്കാണ് കൊടുത്തത് നമ്മള്. അതൊരു കഥയാണ് ഇപ്പൊ പറഞ്ഞത്, അത് ജീവിത കഥയാണ് പറഞ്ഞത്. ഓരോ ഇങ്ങനെയുള്ള കുറെ ഇൻസിഡന്റുകളിലൂടെയാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. അന്നേരം അവരുടെ ഒക്കെ ഉള്ള ഒരു സ്നേഹവും അവരിൽ നിന്നൊക്കെ ഒരു കിട്ടിയിട്ടുള്ള ഒരു അനുഗ്രഹവും ഒരു ഗുരുത്വവുമാണ് ഇപ്പോഴും എന്നെ നിലനിർത്തുന്നത്. ഇത് പറയുമ്പോൾ എനിക്ക് കുറെ പേരെ കുറിച്ച് പറയാനുണ്ട്. എൻ ശങ്കർ നായർ സാറാണ് എൻ്റെ ഗുരുസ്ഥാനീയനായിട്ടുള്ള ആൾ. ശരിക്കും എൻ്റെ സിനിമയിലെ എൻ്റെ ഗുരു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് സിനിമയിൽ അഭിനയിച്ചുകൂടാ, അല്ലെ നിങ്ങൾ സിനിമയിൽ അഭിനയിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന കൊല്ലംകാരൻ ഒരു നിസാർ റഹീമാണ്, എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട്. നൗ ഈസ് നോ മോർ. പിന്നെ അടുത്ത ആളാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഞെട്ടും. ഉമ്മൂക്കയാണ്, KP ഉമ്മർ. ഉമ്മൂക്കയാണ് എനിക്ക് എൻ്റെ പ്രൊമോട്ടർ. എനിക്കിതൊരു നീണ്ട ഇന്റർവ്യൂ വേണം കേട്ടോ അല്ലേ. എന്നെ ഇൻസ്പയർ ചെയ്തിരിക്കുന്ന ആള്. എനിക്ക് നീണ്ട ഒരു ഉമ്മൂക്കയുടെ മക്കളുടെ മക്കൾ ഇപ്പോഴും ഞാനുമായിട്ട് ബന്ധമുണ്ട് ചെന്നൈയിലുള്ള. യെസ്, എനിക്കറിയാം അവരെ. എനിക്ക് കോൺടാക്ട്സ് ഉണ്ട്. അവരോട് ചോദിച്ചാൽ പറയും. ഇങ്ങനെ കൂടുതൽ ഇരിപ്പാണല്ലോ, മനസ്സിലായില്ലേ? ഇരിപ്പ് എന്നാന്ന് ചോദിച്ചാൽ നമ്മളിപ്പം ഇത്രയും വർഷം നമ്മളിങ്ങനെ ചെറിയ റോളുകളിലൂടെ ഇവിടം വരെയൊക്കെ എത്തി. ഇനി നമുക്ക് അഭിനയിക്കാൻ ഒരു സെറ്റിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഡയറക്ടർ, അതിൻ്റെ റൈറ്റർ, അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ, അതുമായി ബന്ധപ്പെട്ടവർക്ക് അവർ വന്ന് എന്നെ മീറ്റ് ചെയ്ത് അവരാ കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്കോട് എന്നെയും കൂടെ അങ്ങ് ഇൻസ്പയർ ആക്കിയില്ലെങ്കിൽ എനിക്കങ്ങ് ഇറങ്ങാൻ വിഷമമാണ്. ചെറുതായിക്കോട്ടെ, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഇപ്പം ഏതായാലും MGR എന്ന് പറയുന്ന പ്രതിഭ അറിയപ്പെടാനായിട്ട് അതിന് മുമ്പ് കുന്തവും പിടിച്ചുകൊണ്ട് പുറകെ നിന്നിട്ടുണ്ടെന്നാണ് പറയണത്. ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നിന്നിട്ടുണ്ടെന്ന് കഥ കേട്ടേക്കണം. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടുമില്ല. ഒരിക്കലും ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഡിസ്റ്റൻസിൽ ഒരാൾക്കൂട്ടത്തിൽ മദ്രാസ് ഞാൻ താമസിക്കുന്ന കാലത്ത് അദ്ദേഹം സിനിമയിൽ പേരെടുത്ത ഒരു ആക്ടറായി മാറുന്ന ഒരു 45-50 കഴിഞ്ഞതിന് ശേഷം. അന്നേരം എനിക്കിപ്പോ ഒരു 48 അല്ലേ ആയുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് പ്രതീക്ഷ